ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ. ഇന്ന് നമ്മൾ നോമ്പ് രണ്ടിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിതേ പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അത് സ്റ്റീം ചെയ്തെടുത്തിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. നന്നായി പഴുത്ത പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വേവിച്ചിട്ടില്ല, കുറച്ച് സമയം വേവിച്ചിട്ടുള്ളൂ. പിന്നെ വേവിച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം. അത് നോമ്പിൻ്റെ മുന്നേ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വെച്ച് പോയി പിന്നെ നോമ്പുമായില്ലേ, നമുക്കത് പിന്നെ സ്റ്റീം ചെയ്ത് ഞാൻ തലേ ദിവസം രാത്രി തന്നെ സ്റ്റീം ചെയ്ത് ഉടച്ച് വെച്ചതായിരുന്നു കേട്ടോ. പിറ്റേന്ന് നന്നായി പഴുക്കുമെന്ന് വിചാരിച്ചിട്ട്. പഴുത്ത പിന്നെ അത്ര ടേസ്റ്റ് കിട്ടുമല്ലോ, അതിൻ്റെ ഒരു ചൊവ വേറെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാനിത് അത് പിന്നെ സ്റ്റീം ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞു. നല്ലതുപോലെ നമുക്കത് ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം, ഒട്ടും കട്ട ഉണ്ടാവരുത് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനത് ഉടച്ചെടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. നമ്മൾ അപ്പക്കപ്പിൽ ഉണ്ടാക്കണതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തൊന്ന് ആവി കയറ്റിയിട്ടുണ്ട്, ആ തണുപ്പൊന്ന് പോവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതേ അതിലേക്ക് ബ്രെഡ് വേണം. ഒരു 6 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്താൽ മതി, അധികം പൊടിയായി ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നു. പിന്നെ നമ്മൾ ഒട്ടും പിന്നെ എണ്ണയൊന്നും ചേർക്കുന്നില്ല, എണ്ണയില്ലാതെ നമ്മൾ പൊരിച്ചെടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ഉരുളക്കൂട്ടി എടുക്കാനായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റ് കിട്ടും നമുക്ക് ഉരുളാക്കി എടുക്കാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാലും മതി, നല്ല ലൂസായി നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു. അണ്ടിപ്പരിപ്പ് നമ്മൾ നല്ല പോലെ പൊടിയാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു. കുറച്ച് തേങ്ങ ചെറുകിയത് അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി പിന്നെ മുരിഞ്ഞതായി വരുമൊന്നും വേണ്ട, 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഷുഗർ. അതും പിന്നെ നമുക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കൂടുതൽ പണിയൊന്നുമില്ല കേട്ടോ. നോമ്പ് രണ്ടിനും അധികം പണിയൊന്നുമില്ല. പത്തിരിയൊക്കെ കുറച്ച് ഉണ്ടാക്കാനുള്ളൂ. തലേന്ന് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മുഴുവനൊന്നും ചൂടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ ബാക്കിയായിരുന്നു കേട്ടോ ചൂടാൻ. ഫ്രിഡ്ജിൽ കുറച്ച് ചൂടാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒഴിവൊക്കെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതേ നമുക്കിത് പിന്നെ അട രൂപത്തിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. പഴം ശരിക്കും വട്ടത്തിൽ അങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുത്ത് ഒരു അട രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ മുഴുവൻ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ അതൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ പൊടിയില്ലേ, ബ്രെഡ് ക്രംസ്, അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അട പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാനേ. വളരെ ഹെൽത്തിയാണ്, നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കാതെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ, കുറേ പഴം ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ മുഴുവനും നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കില്ല, വേണമെങ്കിൽ വീണ്ടും എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചതേ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്, ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ കട്ട്ലറ്റ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ആദ്യത്തെ ദിവസം. അപ്പോൾ അതും ഒരു 4-5 എണ്ണം ബാക്കി അത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്, അതങ്ങനെ മാറ്റി വെച്ചാൽ മതി. പിറ്റേ ദിവസം പിന്നെ ഓരോന്നോരോന്നൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ എല്ലാം അങ്ങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ ഇതേ പത്തിരിൻ്റെ പണി കണ്ടോ, കുറച്ച് പത്തിരി ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളേ. അപ്പോൾ കുറച്ച് ചൂടാൻ ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആവശ്യം വന്നിട്ടുള്ളൂ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ. അത്താഴത്തിനും കൂടി ഞാൻ അത്താഴത്തിനാക്കി വെക്കും കേട്ടോ. ഫ്രിഡ്ജിലുള്ളത് ഞാൻ പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ കഞ്ഞി അടുപ്പത്തുണ്ട്, ചിക്കൻ കറി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട്. പിന്നെ വെള്ളം അടുപ്പത്തുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ ജ്യൂസ് വെള്ളമൊക്കെ കലക്കാറുള്ളത് കേട്ടോ.
ഒരിക്കലും പച്ചവെള്ളം എടുത്തിട്ട് വെള്ളം കലക്കാറില്ല, ജ്യൂസ് ഉണ്ടാക്കാറുമില്ല. സാധാരണ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കാറുള്ളത്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ തിളപ്പിച്ചാറി മറന്നു പോകും. അപ്പോൾ മക്കളറിയുന്നത് ചൂടുവെള്ളത്തിൽ അമ്മച്ചി പിന്നെ വെള്ളം കലക്കി തരുന്നതെന്ന് അറിയും. എനിക്ക് എന്തോ ഒരു പേടിയുണ്ട്. ഫ്രിഡ്ജിലത്തെ നല്ല തണുപ്പ് വെള്ളമൊക്കെ എടുത്ത് മക്കൾക്ക് കൊടുക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. എന്താണെന്നറിയില്ല, ഞാനും കുടിക്കില്ല, മക്കൾക്ക് കൊടുക്കാനും പേടിയാണ്. പിന്നെ നമ്മളിത് കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കുറച്ച് റവ ചേർത്തിട്ട് കുറച്ച് സേമിയോ ചേർത്തിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. റവൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നല്ല ലൂസിൽ, എവിടെ ജ്യൂസ് ആയാലും തരിക്കഞ്ഞി ആയാലും ഒക്കെ അത്യാവശ്യം ലൂസിലാണ് വെള്ളം വേണ്ടത് കേട്ടോ. വലിച്ച് കുടിക്കുന്ന രീതിയിലുണ്ടല്ലോ, കട്ടിയിൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. നല്ല ലൂസിലായിട്ടുള്ള വെള്ളമാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളക്കാനാകുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ടൊന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വറവിട്ടെടുക്കുകയും ചെയ്യാം. ഇനി നമ്മളിതേ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ സ്നാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നും ഇട്ട് കൊടുത്ത് നമുക്ക് മൊരിയിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം, മൊരിയിച്ചെടുക്കാം. തീ ഓവറായി പോകരുത് കേട്ടോ, കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒന്നിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ 4 8 വേണമല്ലോ. പിന്നെ അങ്ങനെ ഞാൻ ഒന്നും കൂടി എടുത്തിട്ട് ഒരാൾക്ക് 2 വീതം അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വേഗം നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. പഴമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ചിലവാക്കിയാൽ മതി. അപ്പോൾ നമ്മളിതേ 2 ഭാഗം പിന്നെ നമ്മൾ മൊരിയിച്ചെടുത്തതിന് ശേഷം വാങ്ങി വെക്കാനായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, കഴിക്കാൻ അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം നമ്മൾ തയ്യാറാക്കി കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കട്ട്ലറ്റിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ മൊരിയിച്ചെടുക്കാം കേട്ടോ. പിന്നെ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, പൾപ്പ് ഉണ്ടാക്കി വെച്ചത് കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞു പോയി, 2-3 പാത്രത്തിലാക്കി ഉണ്ടാക്കി വെക്കുന്നതാണ്. ക്യാരറ്റ് നമ്മൾ കുറേ കിട്ടുന്ന സമയത്ത് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിൽ വേവിച്ച് അത് പൾപ്പാക്കി നല്ല മിക്സിയിൽ നല്ലതുപോലെ അരച്ച് വെച്ചതായിരുന്നേ. നമുക്ക് പെട്ടെന്നൊക്കെ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ അതെടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചേ ബാക്കിയുള്ളായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കാൻ കരുതി കേട്ടോ. അപ്പോൾ കുറച്ച് പാലൊക്കെ ചേർത്തിട്ട് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് ചേർത്ത വിഭവം എൻ്റെ ഒരു മോന് ഇഷ്ടമല്ല കേട്ടോ, പാല് ചേർത്തിട്ടുള്ള എന്ത് ജ്യൂസായിരുന്നു. അപ്പോൾ അവന് നാരങ്ങ വെള്ളമോ വേറെ എന്തെങ്കിലും വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കുറച്ച് ലൂസാക്കി നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് കഞ്ഞിയുണ്ട്, കഞ്ഞി തേങ്ങയും ജീരകമൊക്കെ അരച്ച് പാർന്നിട്ടുണ്ട്. അപ്പോൾ പത്തിരി ചുടുന്നത് മോനാണ് കേട്ടോ. അപ്പോൾ നോമ്പായാലും എല്ലാവരും ഹെൽപ്പിന് ഉണ്ടാവുകയെ. അപ്പോൾ ഞാൻ പറയുന്നു 3-4 നേരം ഉണ്ടാക്കുന്ന സമയത്ത് ഒറ്റൊന്നിനും കിട്ടൂല. അത് ഒറ്റ നേരം ഉണ്ടാക്കുന്നതിന് ഇതല്ല എല്ലാവരും വരുന്നുണ്ടെന്ന് അറിയട്ടോ. പിന്നെ ഇതേ മക്കൾക്ക് ഇത് സ്ട്രോബെറിൻ്റെ പൾപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മോന് കുറച്ച് വെള്ളം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പിന്നെ കസുകസില്ല, അതും നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ ബാക്കി ആയി കഴിഞ്ഞാൽ നമ്മൾ പഴയത് കഴിക്കാനും പറ്റൂല, കളയാനും പറ്റൂല. പിന്നെ നോമ്പ് നോലിട്ടതിൻ്റെ ഇതൊന്നും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമ്മൾ സാധനം വീട്ടിലുണ്ടാവും, ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പാകത്തിനൊക്കെ നമ്മൾ കഴിക്കുന്നതിനനുസരിച്ചൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഒന്ന് കളയാവുന്ന രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.